ഒരു ഈവനിങ് ആയപ്പം അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഇന്ന് അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇന്ന് രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഇവിടെ സാധാരണ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് എത്ര സ്ഥലങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് അവർക്ക് വെച്ച് കൊടുക്കും. ഇവിടെ എല്ലാവർക്കും ചെടികളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്തൊരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനോട് ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. പക്ഷെ എത്ര ചെടി വെച്ചിട്ട് അത് അങ്ങോട്ട് ശരിയാവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത്. എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നും അങ്ങോട്ട് റെഡിയായി വരുന്നില്ല. എല്ലാം വാടി വാടി പോവാണ് കേട്ടോ. ചെടികളെ നമ്മൾ അങ്ങോട്ട് നന്നായി സ്നേഹിച്ചാൽ മാത്രമേ ഉള്ളത് നമുക്ക് തിരിച്ചൊരു പൂവോ കായൊക്കെ തരുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ, ചെടികളൊക്കെ നോക്കിയിട്ട്. പിന്നെ ആമ്പലിൻ്റെ കൂടെ ഗപ്പിക്കുട്ടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതു മുട്ടിടുന്നത് വളരെ കുറവായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആമ്പലിൻ്റെ കൂടെ തന്നെ ഗപ്പിക്കുട്ടികളെ ഇടുന്നത്. പിന്നെ സന്ധ്യ ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ച് കൊടുത്ത് ആ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. നാളെ ആയിരയ്ക്ക് സ്കൂളിൽ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ ശനി ഞായറാവാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കും. കാരണം പണ്ട് സ്കൂളിൽ പോകണം അതേ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്ക് അയറയ്ക്കുള്ള റെഡിയാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. ശനി ഞായറാവുന്ന സമയത്ത് നമുക്ക് കുറേ നേരം കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശനി ഞായറാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു ആൻഡ് ടേക്ക് കെയർ.